ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞതിന് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരുപാട് വീഡിയോസ് 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അല്ലെങ്കിൽ ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫിസിക്സ് 40 മാർക്കിനാണ് ചോദ്യം. 1.5 മണിക്കൂർ സമയമുണ്ട്. കൂൾ ഓഫ് ടൈം 15 മിനിറ്റാണ്. ആ സമയത്ത് നിങ്ങൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സൂട്ടബിളി. വർക്ക് ജൂളാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. WATT. പവർ വാട്ട്. വർക്ക് ജൂൾ, പവർ watt. Next question. Name the device used to measure the relative density of liquid. Hydrometer. Hydrometer. Relative density of liquid ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. ഓക്കെ, ഹൈഡ്രോമീറ്റർ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്, ഹൈഡ്രോമീറ്റർ. ഇനി അടുത്തത് നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്. ദാറ്റ് ഈസ് വി ഡിസ്കസ്ഡ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ കാർ ഈസ് ഗിവൺ. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 6 സെക്കൻഡ്സ്. 6 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തത് എത്രയാണ്? 30 മീറ്ററാണ്. എത്രയാണ്? 30 മീറ്ററാണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 6ൻ്റെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം 30 മീറ്റർ. 30 മീറ്ററാണ് കവർ ചെയ്തത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ഓഫ് മാസസ് M4 and M1 and M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D ഈസ് ദ വാല്യൂ ഓഫ് G. ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ഓഫ് മാസസ്, ദ വാല്യൂ ഓഫ് G ഈസ് എത്രയാണ്? 6.67 × 10. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ആൻഡ് എക്കോ ഇൻ എയർ? 70 മിനിറ്റ്സ്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ എക്കോ ഇൻ എയർ. എയറിലുള്ള എക്കോ അറിയാൻ നമുക്ക് എത്ര? 70 മിനിറ്റ്സ് ആണ്. വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 50 കിലോഗ്രാം വെൻ പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? സെൻറ്റർ ഓഫ് എർത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 കിലോഗ്രാം ഉള്ള ആളുടെ വെയിറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ആയിരിക്കും. Among the given circuit, identify the circuit in which voltmeter and ammeter are connected in the right way. വോൾട്ട്മീറ്ററും അതേപോലെ അമീറ്ററും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തത് ഏത് പിക്ചറിലാണ്? ബിയും ഡിയിലുമാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത്. ഇൻ സർവീസ് സ്റ്റേഷൻസ് ഹൈഡ്രോളിക് ജാക്സ് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് വെഹിക്കിൾസ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ജാക്ക്? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ. ഹൈഡ്രോളിക് ജാക്സ് വാഹനങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ പിറകിലുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? പാസ്കൽസ് ലോ ആണ്. എന്താണ്? പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ. അപ്പം പാസ്കൽ ലോ എന്നാൽ എന്താണ്? ദ പ്രഷർ അപ്ലൈഡ് ടു എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ അതർ പോയിന്റ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വലി അത് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ അതർ പോയിന്റ്സ്. ദാറ്റ് ഈസ് പാസ്കൽ ലോ. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. എ സ്റ്റോൺ ഓഫ് മാസ് 0.5 കിലോഗ്രാം ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ മൊമെൻറ്റം ഓഫ് ദ സ്റ്റോൺ. അപ്പോൾ മൊമെൻറ്റം കാണാനാണ്. ഓക്കെ, എന്താണ്? P = mv ആണ്. mv ആണ് ഫോർമുല. ഇവിടെ മാസ് m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ആണ്. അതേപോലെ തന്നെ v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 0.5 × 20. 0.5 × 20 എത്രയാണ്? 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിളാണ്. 0.5നെ 20 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും.
ഇനി 10ാമത്തെ ചോദ്യം, നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ സീ യൂസിങ് അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച് സമുദ്രത്തിൻ്റെ ആഴം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? എന്താണ്? സോണാർ. എന്താണ് ഉപകരണത്തിൻ്റെ പേര്? സോണാർ. SONAR. സോണാറാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ സീ യൂസിങ് അൾട്രാസോണിക് വേവ്സ്, സോണാർ. ഇനി അടുത്തത്, വിച്ച് ഫിനോമിന സൗണ്ട് ഓഫ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. അപ്പോൾ ഇതിൽ ഏത് ഫിനോമിന ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട്. എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട്. റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട്. റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിനോമിന എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് എ സൗണ്ട്. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. Correct the mistake, if any, in the following statement by modifying the underlined words. In electric generator, mechanical energy is converted into magnetic energy. അപ്പോൾ ഒരു ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് മാറുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, എന്തായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി. മാഗ്നറ്റിക് എനർജി അല്ല, ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഒരു ഇലക്ട്രിക് ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി ട്രാൻസ്മിറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി അടുത്തത്, ദ എനർജി പാസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് its strain is called kinetic energy. The energy possessed by a body by virtue of its strain is called kinetic energy. തെറ്റാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ് കറക്റ്റ് ആൻസർ. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയാണ് കറക്റ്റ് ആൻസർ. പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം, എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെസ്റ്റ് ട്രാവൽസ് 100 meter in 5 seconds with യൂണിഫോം ആക്സലറേഷൻ. ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ. കാറിൻ്റെ ആക്സലറേഷൻ കാണാനാണ് ഇവിടെ തന്നിരിക്കുന്നു. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അതേപോലെ തന്നെ ടൈം 5 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 100 meter ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, S = UT + ½ AT². അതിൽ 100 ആണ്, 100 ആണ് S. UT എന്ന് പറഞ്ഞാൽ 0² ആണ്, പ്ലസ് 1/2 × A × 5². 200 ഓക്കെ, 200 = 200 = 25A കിട്ടും. A കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 200 ഡിവൈഡഡ് ബൈ 25. നമുക്ക് കിട്ടുന്ന ആൻസർ 8 meter/second² ആണ്. 8 meter/second². ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 4 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 13ാമത്തെ ചോദ്യം നോക്കാം. ദ വെയ്റ്റ് ഓഫ് എ ബോഡി ഈസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ എർത്ത് സർഫേസ്. ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പല വെയിറ്റ് ആയിരിക്കും ഒരു ബോഡിക്ക് ഉണ്ടാവുക. വേർ ഓൺ ദ എർത്ത് സർഫേസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയ്റ്റ്. മാക്സിമം വെയിറ്റ് ഒരു ബോഡിക്ക് ഉണ്ടാകുന്നത് എവിടെയാണ്? പോളാർ റീജിയനിലാണ്. എവിടെയാണ് ഉണ്ടാവുക? മാക്സിമം വെയിറ്റ് പോളാർ റീജിയനിലാണ് ഉണ്ടാവുക. ഓക്കെ, പോളാർ റീജിയൻ. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വെയ്റ്റ്? വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഓക്കെ, വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി? വെയ്റ്റ് ഓഫ് ദ ബോഡി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്പ്രിംഗ് ബാലൻസ്. എന്താണ്? സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ്. ഇനി അടുത്ത, ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് വിസ്കസ് ലിക്വിഡ്സ്, മൊബൈൽ ലിക്വിഡ്സ്. വിസ്കസ് ലിക്വിഡ്സും മൊബൈൽ ലിക്വിഡ്സും ആയിട്ട് വേർതിരിക്കാനാണ്. ഹണി. ഹണി ഏതാണ്? വിസ്കസ് ലിക്വിഡ് ആണ്. ഹണി വിസ്കസ് ലിക്വിഡ് ആണ്. പിന്നെ വരുന്നത് ഗ്ലിസറിൻ വിസ്കസ് ലിക്വിഡ്സ് ആണ്. ഗ്ലിസറിൻ. ഓക്കെ, ഗ്ലിസറിൻ വിസ്കസ് ലിക്വിഡ്സ് ആണ്. പിന്നെ വരുന്നത് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിലും വിസ്കസ് ലിക്വിഡ്സ് ആണ്. ഓക്കെ, ഇതിൽ മൊബൈൽ ലിക്വിഡ്സ് ഏതൊക്കെയാണ്? പെട്രോൾ, വാട്ടർ, കെറോസിൻ. എന്തൊക്കെയാണ്? പെട്രോൾ മൊബൈലാണ്, വാട്ടർ മൊബൈലാണ്, കെറോസിൻ മൊബൈലാണ്. അപ്പോൾ വിസ്കസ് ഫ്ലൂയിഡ്സ് ഏതാണ്? ഹണി, ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ. മൊബൈൽ ഫ്ലൂയിഡ്സ് കെറോസിൻ, പെട്രോൾ, വാട്ടർ. ഇനി അടുത്ത നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, എ കാർ ട്രാവലിംഗ് വിത്ത് 20 meter/second. അപ്പോൾ കാറ് ട്രാവൽ ചെയ്യാണ് 20 meter/second ആണ്. ഓക്കെ, 20 meter/second ആണ്. ആൻഡ് കംസ് ടു റെസ്റ്റ് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ് ഫോർ 8 seconds. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, കംസ് ടു റെസ്റ്റ് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ് ഫോർ 8 seconds. ഓക്കെ,
വാട്ട് ഈസ് ദ ഫൈനലി വെലോസിറ്റി ഓഫ് ദ കാർ? കാറിൻ്റെ ഫൈനലി വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഓക്കെ, കംസ് ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0 ആണ്. 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതണം. ഓക്കെ, 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് ഫൈൻഡ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ. കാറിൻ്റെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈനലിന് ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കുക, അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ 20/8 ഉണ്ടാവും. 20/8 എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ആണ്. 2.5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഒരു ഫിഗർ കണ്ടല്ലോ. വെൻ ദ കാർഡ് ഈസ് സഡൻലി സ്ട്രക്ക് ഇറ്റ് വാട്ട് ഹാപ്പൻസ് ടു ദ കോയിന്? പെട്ടെന്ന് കോയിൻ നമ്മൾ ഞെട്ടി നോക്കിയാൽ എന്ത് സംഭവിക്കും? എന്താണ്? ദ കോയിൻ പ്ലേസ്ഡ് ഓവർ ദ കാർഡ് ഫോൾസ് ഇൻ ദ ടംബ്ലർ ഡ്യൂ ടു ദ ഇനീഷ്യ ഓഫ് റെസ്റ്റ്. എന്താ ചെയ്യുക? ഡ്യൂ ടു ദ അത് ആ ടംബ്ലറിലേക്ക് വീണ് പോകും. ഫോൾസ് ഇൻ ദ ടംബ്ലർ ഡ്യൂ ടു ദ ഇനീഷ്യ ഓഫ് റെസ്റ്റ്. ടു വിച്ച് ലോ ഓഫ് മോഷൻ ഈസ് ടു ബി ഒബ്സർവ്ഡ്? ഇത് ഏത് ലോ ഓഫ് മോഷനാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. സം സിറ്റുവേഷൻസ് ആർ ഗിവൻ ബിലോ. എ മാൻ ക്ലൈംബിംഗ് അപ്പ് എ ലാഡർ carrying a load on his head. Okay. A boy is pushing a strong wall. A man carries a load on his head. A man is stepping down by carrying a load on his head. A boy walking along the ground with a bag of mass 10 kg. Identify the situation where work is not done against gravity. ഗ്രാവിറ്റിക്കെതിരെ വർക്ക് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, എ ബോയ് ഈസ് പുഷിങ് എ സ്ട്രോങ് വാൾ, അത് എക്സാമ്പിളാണ്. അതേപോലെ എ മാൻ ക്യാരീസ് ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും സിറ്റുവേഷനിലും ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വർക്ക് ടു ബി ഡൺ. ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഈ രണ്ട് കേസിലും ഇല്ല. നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദീസ് ടു സിറ്റുവേഷൻസ്. നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത നോക്കാം. റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ലോങ്ങിറ്റ്യൂഡ് വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ആസ് റിലേറ്റഡ് ടു ട്രാൻസ്വേഴ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡൽ വേവ്സ്. അപ്പോൾ ഓരോ എക്സാമ്പിൾ എഴുതാനാണ്. ലോങ്ങിറ്റ്യൂഡൽ വേവ്സിനും അതേപോലെ ട്രാൻസ്വേഴ്സ് വേവിനും ഓരോ ഉദാഹരണം എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സിന് എന്തെഴുതാം? വേവിന് സർഫസ് റിപ്ലിംഗ് ഓൺ വാട്ടർ. ലോങ്ങിറ്റ്യൂഡിൽ നമുക്ക് സൗണ്ട് വേവ്, സീസ്മിക് വേവ് ഒക്കെ എഴുതാം. സൗണ്ട് വേവ്, സീസ്മിക് വേവ് ഒക്കെ ലോങ്ങിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതെന്താണ്? ട്രാൻസ്വേഴ്സ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആണ്. കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻ ആർ ഫോംഡ്. അതേതാണ്? അത് ലോങ്ങിറ്റ്യൂഡൽ ആണ്. ഓക്കെ, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് എ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതെന്താണ്? ലോങ്ങിറ്റ്യൂഡലാണ്. ക്രസ്റ്റ് ആൻഡ് ട്രൗട്ട്സ് ആർ ഫോംഡ്. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ്. നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. മോഷൻ ഓഫ് എ കാർ ഈസ് ഷോൺ ഇൻ ദ ബിലോ യൂസിങ് എ ഡയഗ്രാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ബിറ്റ്വീൻ ബി ആൻഡ് സി? ബി ആൻഡ് സിയിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? അപ്പം ബി ഒന്ന് നമുക്ക് നോക്കാം. ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ടു 25 മീറ്റർ. അപ്പോൾ 25 മൈനസ് 5 ദാറ്റ് ഈസ് 20 മീറ്ററാണ് കവർ ചെയ്തത്. ഓക്കെ, 20 മീറ്ററാണ് കവർ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പം വളരെ എളുപ്പമാണ്. 25 5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 20 കിട്ടും. ഡിവൈഡഡ് ബൈ 4 ടൈമാണ്. 4 2 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 കിട്ടി. 20 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 10. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. among the following which are the time interval where car travels in uniform velocity? ഇതിൽ ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് കാർ ട്രാവൽസ് ഇൻ യൂണിഫോം
വെലോസിറ്റി. അതേതാണ്? 0 to 2s, അതേപോലെ 2s to 4s. ഓക്കെ, ഇനി അടുത്തത് ഈ സിമ്പിൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഫസ്റ്റ് സിമ്പിൾ എന്തിൻ്റേതാണ്? ഫസ്റ്റ് സിമ്പിൾ റെസിസ്റ്റൻസിൻ്റേതാണ്. റെസിസ്റ്റൻസ്. ഫസ്റ്റ് സിമ്പിൾസ് റെസിസ്റ്റൻസ്. സെക്കൻഡ് സിമ്പിൾ എന്തിൻ്റെയാണ്? റിയോസ്റ്റാറ്റ്. എന്താണ്? റിയോസ്റ്റാറ്റ്. മൂന്നാമത്തെ സിമ്പിൾ സെല്ലിൻ്റേതാണ്, അല്ലെങ്കിൽ ബാറ്ററി എന്ന് എഴുതാം. നാലാമത്തേത് ബൾബാണ്. അപ്പോൾ ഫസ്റ്റ് വൺ റെസിസ്റ്റൻസ്, സെക്കൻഡ് വൺ റിയോസ്റ്റാറ്റ്, ദിസ് ഈസ് സെൽ, ദിസ് ഈസ് ബൾബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ചോദ്യം. എ സ്റ്റോൺ ഓഫ് മാസ് 50 gram is situated on a terrace at a height of 10 meter from ground. Acceleration due to gravity 10 meter per second. So which type of energy is possessed by the stone? Calculate the energy. അപ്പോൾ ഒരു ടെറസിൽ നിന്ന് 50 കിലോഗ്രാം വെയിറ്റുള്ള ഒരു സാധനം വീഴാണ്, ഒരു സ്റ്റോൺ വീഴാണ്. അപ്പോൾ അതിൻ്റെ എനർജിയാണ് വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് possessed by stone. സ്റ്റോണിൽ എന്ത് എനർജിയാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് ഇവിടെ എം എന്ന് പറയുന്നത് 0.05 ആണ്. ഓക്കെ, നമ്മളെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, MgH എന്നാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ 0.5 × 10 × 10. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 5J. ഓക്കെ, എത്രയാണ്? 5J. What is the energy transmission that takes place when it is falling down? It will change into kinetic energy. അത് താഴേക്ക് വീഴുമ്പോൾ അവിടെ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടാകുക. വാട്ട് വുഡ് ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എനർജി എത്രയായിരിക്കും? 5J. ഓക്കെ, ഇനി അടുത്തത്. എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ഐഡൻറ്റിഫൈ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഓഫ് ദ എബോവ് സിറ്റുവേഷൻ. ഇവിടെ ആക്ഷൻ എന്താണ്? ദ മാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ ബോട്ട്. ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. അപ്പം ആ മാന് ഒരു ഫോഴ്സ് ബോട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്, പുറകിലോട്ട് പോകുന്നു. അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? ദ ബോട്ട് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ എ മാൻ. ബോട്ട് ആ മനുഷ്യൻ്റെ മേലൊരു ഫോഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാൻ മൂവ്സ് ഫോർവേഡ്. അപ്പം മാൻ മുന്നോട്ട് പോകുന്നു. ഓക്കെ, അതാണ് അവിടുത്തെ ആക്ഷനും റിയാക്ഷനും. സ്റ്റേറ്റ് ദ ലോ. ഇത് ഏത് ലോ ആണ്? ഇത് ന്യൂട്ടൺസിൻ്റെ 3rd ലോ ആണ്. ഓക്കെ, റൈറ്റ് അനദർ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ എഴുതാനാണ്. ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പോകുന്നു. ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. മാസ് ഓഫ് എ ബോഡി ഈസ് 10 kilogram. ഫൈൻഡ് ദ വെയ്റ്റ് ഓഫ് ദ ബോഡി. വെയിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? M × G അല്ലേ? M × G. M എന്ന് പറയുന്നത് 10 ആണ്. G എന്താണ് ഇവിടെ? G എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 98 N. ഓക്കെ, ഇനി അടുത്ത ഫൈൻഡ് ദ മാസ് ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. സെൻറ്റർ ഓഫ് എർത്തിലാവുമ്പോൾ എന്തായിരിക്കും? 10 kilogram ആയിരിക്കും. 10 kilogram ആയിരിക്കും. ഇനി ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൽ പ്ലേസ് ചെയ്യാൻ വെച്ചാൽ എത്രയായിരിക്കും വെയിറ്റ് എന്ന്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ജൂപ്പിറ്ററിൻ്റെ തന്നിട്ടുണ്ട് 10 × 23.1. ഓക്കെ, അപ്പോൾ 231 ന്യൂട്ടൺ ഉണ്ടാവും. വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് വൺ. A and B are given below. Complete the table. ഇവിടെ ലിക്വിഡ് A 200 N എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡ് 160 N ആണ് ലിക്വിഡിൽ. എയറിൽ 200 ആണ്. ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് എത്രയായിരിക്കും? 200 - 160, ദാറ്റ് ഈസ് 40. അപ്പോൾ 40 ആണ് ഇവിടുത്തെ ലോസ് ഓഫ് വെയിറ്റ്. 40 എന്ന് എഴുതാം നമുക്ക്. 40 N. അപ്പോൾ ബയൻസി എത്രയായിരിക്കും? 40 N. ഇവിടെ ലിക്വിഡ് ബി നോക്കൂ, 200 N പിന്നെ 170 ആയി. അപ്പോൾ ഇവിടെ ലോസ് എത്രയാണ്? 30 N ആയിരിക്കും. ബയൻസി എന്തായിരിക്കും? 30 N തന്നെ ആയിരിക്കും. വിച്ച് ലിക്വിഡ് ഹാസ് മോർ ഡെൻസിറ്റി? ഏത് ലിക്വിഡിനാണ് മോർ ഡെൻസിറ്റി? ലിക്വിഡ് എനാണ്. കാരണം ബയൻസി കൂടുതലുള്ളത് ഏതാണ്? ലിക്വിഡ് എക്കാണ്. അപ്പോൾ ലിക്വിഡ് എനാണ് മോർ ഡെൻസിറ്റി. ജസ്റ്റിഫൈ യുവർ ആൻസർ. ആസ് ഡെൻസിറ്റി ഇൻക്രീസസ് ബയൻസി ഓൾസോ ഇൻക്രീസ്. ഡെൻസിറ്റി കൂടുമ്പോൾ ബയൻസിയും ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്